ആരെയും ആകർഷിക്കുന്ന മുഖകാന്തി മുഖത്തിന്റെ തിളക്കവും നേടിയെടുക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പുറത്ത് വില കൊടുത്ത് നമ്മൾ മസാജിങ് ക്രീം ഒക്കെ മേടിക്കാറുണ്ട്. ഇനി അതിന്റെ ആവശ്യമില്ല. വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ മുഖത്തിനെ തിളക്കമാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പുറത്ത് നിന്ന് നിങ്ങൾക്ക് ഭയങ്കര വില കൊടുത്ത് മേടിക്കുന്ന മസാജിങ് ക്രീമുണ്ട്. അതിനെക്കാട്ടിലും ഒക്കെ ഇരട്ടി റിസൾട്ട് നൽകുന്ന ഒരു മസാജിങ് ക്രീമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം മതി ഈ ഒരു മസാജിങ് ക്രീം ഉണ്ടാക്കുന്നതിന്. കൂടാതെ ഈ പറയുന്ന മസാജിങ് ക്രീം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെർമനന്റ് നിങ്ങൾക്ക് നല്ലപോലെ നിറം കൂട്ടിയെടുക്കാനും നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും നല്ലപോലെ ഗ്ലോ ആക്കാനുമായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം മതി ഈ ഒരു മസാജിങ് ക്രീം തയ്യാറാക്കുന്നതിന്. ഇപ്പോൾ പുറത്ത് നമ്മൾ 2000-3000 രൂപ കൊടുത്ത് മേടിക്കുന്ന മസാജിങ് ക്രീമിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ടാണ് ഈ ഒരു മസാജിങ് ക്രീമിന് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. കാരണം നമുക്കിപ്പം എല്ലാവരുടെയും കയ്യിൽ പൈസ ഉണ്ടാവണം ഇല്ലല്ലോ. നമ്മുടെ ഇപ്പോൾ സാമ്പത്തികം അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന മസാജിങ് ക്രീമിൽ നമ്മൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ 2000-3000 രൂപ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ പറ്റില്ല നമുക്ക് ആർക്കും. പക്ഷേ ഈ പറയുന്ന മസാജിങ് ക്രീം ഒക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കൂ. ആയിട്ട് നിങ്ങൾക്ക് നിറം കൂട്ടിയെടുക്കാനായിട്ട് ഈ പറയുന്ന മസാജിങ് ക്രീമിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വെറുതെ പറയുകയല്ല, ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം എൻ്റെ മുഖത്തും കയ്യിലും ഒക്കെ ഇട്ട് കാണിച്ചാലും ഇപ്പം നിങ്ങൾക്ക് വ്യത്യാസം കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ എനിക്ക് ഓൾറെഡി നല്ല നിറം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇട്ടാലും നിങ്ങൾക്ക് കുറച്ചൊക്കെ മാറ്റം കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം എൻ്റെ മോളെ ഇട്ട് കാണിക്കാനാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കാനാണെങ്കിലും അവർക്കൊക്കെ ആവശ്യത്തിന് നിറമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇട്ട് കാണിച്ചാലൊന്നും നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് സാധിക്കില്ല. ഇപ്പം ഞാൻ പുറത്ത് നിന്ന് ആരെയും എനിക്കിട്ട് കാണിക്കാനും പറ്റില്ല. ഞാനൊരു കേരളത്തിന് പുറത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതിനൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പം ആൾക്കാർ നമ്മളിപ്പം കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അവരും ക്യാമറയുടെ മുന്നിൽ വരാനായിട്ട് അവർ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചർമ്മത്തിൽ തന്നെ ഇട്ടാണ് കാണിക്കുന്നത്. ഇപ്പം പലരും പറയുന്നുണ്ട്, ചേച്ചി മറ്റൊരാളുടെ ചർമ്മത്തിൽ ഇട്ട് കാണിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ആരുടെയൊക്കെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇട്ട് കാണിക്കാനും ക്യാമറയുടെ മുന്നിലൊക്കെ വരും. പലർക്കും ഇപ്പം ഞാൻ നിൽക്കുന്ന ഏരിയയിലൊന്നും അധികം ആരും ക്യാമറയുടെ ഫേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവരൊക്കെ പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ എൻ്റെ തന്നെ ചർമ്മത്തിൽ ഇട്ട് കാണിക്കാനേ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനകത്ത് റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമേ ഉള്ളൂ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് വരെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുമില്ല. പലരും റിസൾട്ട് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മസാജിങ് ക്രീം ഞാൻ പറയുന്നത് 100% നിങ്ങൾക്ക് മുഖകാന്തി നേടിയെടുക്കാനും പെർമനന്റ് വൈറ്റ് നേടാനും നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെയാണ് ആ ഒരു മസാജിങ് ക്രീം തയ്യാറാക്കുന്നത്, അത് ഇട്ടിട്ടുള്ള റിസൾട്ടും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ സ്കിന്നിനെ എളുപ്പം നിറം കൂട്ടാനും നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനുമായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു മസാജിങ് ക്രീമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ മുഖകാന്തി നല്ലതുപോലെ നേടിയെടുക്കാനായിട്ട് സഹായിക്കും. വെറും 7 ദിവസം ഈ ഒരു മസാജിങ് ക്രീം നിങ്ങൾ തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മുഖകാന്തി നല്ലതുപോലെ നേടിയെടുക്കാനായിട്ട് സഹായിക്കും. എത്ര നിറമില്ലാത്തവരുടെ ആണെങ്കിലും ഒരു 4-5 ഷെയ്ഡ് വരെയെങ്കിലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. 1 സ്പൂൺ അലവേറ ജെല്ല് വേണം. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ അലവേറ ജെല്ല് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ശുദ്ധമായിട്ടുള്ള അലവേറ ജെല്ലുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ അലവേറ ജെല്ല് ശുദ്ധമായിട്ടില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലവേറ ജെല്ല് എടുക്കാം. അങ്ങനെ 1 സ്പൂൺ അലവേറ ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾ ഈ ഒരു 3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖകാന്തി നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ നിങ്ങളുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനുമായിട്ടൊക്കെ എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. അങ്ങനെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒരു 3-4 തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുഖകാന്തി നേടിയെടുക്കാനായിട്ട് എളുപ്പം തന്നെ ഈ ഒരു മസാജിങ് ക്രീമിന് സഹായിക്കുന്നതാണ്. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തിന് നല്ലൊരു മാറ്റം കിട്ടുന്നതായിരിക്കും. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും നമ്മുടെ അലവേറയും കൂടി ചേർക്കുമ്പോൾ നല്ലപോലെ മുഖത്തെ നിറം കൂട്ടാനും ബ്രൈറ്റ് ആക്കാനുമായിട്ടൊക്കെ
സഹായിക്കും. ഇപ്പോൾ നിങ്ങളൊരു 3-4 ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ ഒരു മാറ്റം കിട്ടുന്നതായിരിക്കും. പിന്നെ അതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഇപ്പം നിങ്ങൾക്കിപ്പം 3 ദിവസം 4 ദിവസം ചെയ്യുമ്പോൾ തന്നെ മാറ്റം കാണുമ്പോൾ തന്നെ എപ്പോഴും കണ്ടിന്യൂ ചെയ്യേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഈ ഒരു മസാജിങ് ക്രീം അപ്ലൈ ചെയ്താൽ മാത്രം മതി. നല്ലതുപോലെ നിങ്ങളുടെ മുഖകാന്തി നേടിയെടുക്കാനായിട്ട് എളുപ്പം തന്നെ നിങ്ങൾക്ക് സഹായിക്കുന്നതായിരിക്കും. എല്ലാവരും ഈ ഒരു മസാജിങ് ക്രീം തയ്യാറാക്കി യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ റെഗുലർ യൂസ് ചെയ്യാൻ പാടില്ല. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ റെഗുലറായി യൂസ് ചെയ്യുമ്പോൾ മുഖത്തിന് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം 3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം കാണുമ്പോൾ പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മാത്രം മതി. ഇത് പുറത്ത് വെച്ചാലോ ഒക്കെ കേടുകൂടാതിരിക്കുന്നതാണ് ഈ ഒരു മസാജിങ് ക്രീം. ഞാനിപ്പം പുറത്താണ് ഇത് മസാജിങ് ക്രീം തയ്യാറാക്കിയിട്ട് വെക്കാറുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പം പുറത്ത് വെക്കുന്നത് കൊണ്ടും ഈ ഒരു മസാജിങ് ക്രീം കേടാവില്ല. ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു മസാജിങ് ക്രീം തയ്യാറാക്കി വെക്കാവുന്നതാണ്. നല്ലതുപോലെ മുഖകാന്തി നേടിയെടുക്കാനായിട്ട് ഈ ഒരു മസാജിങ് ക്രീമിന് സഹായിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതാണ് നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടാനായിട്ട് എളുപ്പം സഹായിക്കുന്ന ഒരു മസാജിങ് ക്രീം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കടയിൽ നിന്ന് മേടിക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് നമ്മുടെ മസാജിങ് ക്രീം ഇരിക്കുന്നത്. ഇനി നമുക്ക് മുഖത്തേക്ക് തേച്ചിട്ട് നല്ലതുപോലെ മുഖത്തെ മസാജ് ചെയ്യാം. നല്ലതുപോലെ മുഖകാന്തി നേടിയെടുക്കാനായിട്ട് ഈ ഒരു മസാജിങ് ക്രീമിന് സാധിക്കുന്നതാണ്. മുഖത്ത് തേച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം നിങ്ങൾ മസാജ് ചെയ്യണം. അതിനുശേഷം മുഖം കഴുകാനോ ഒന്നും പാടില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പം കുറച്ചു നേരം ഫ്രീ ആയിട്ട് തന്നെ മുഖത്തെ വിട്ടിരിക്കണം. മുഖം കഴുകാനോ ഒന്നും തന്നെ പാടില്ല. എന്നാലേ നമുക്ക് ഈ ഒരു മസാജിങ് ക്രീം ഫേസിൽ ഇരുന്നാലേ നമുക്ക് മുഖകാന്തി നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും ഈ ഒരു മസാജിങ് ക്രീം തയ്യാറാക്കി യൂസ് ചെയ്യണം. മുഖത്ത് ഓയിൽ പ്രോബ്ലം ഉള്ളവരാണെങ്കിലും എന്ത് തന്നെ പ്രശ്നം മുഖത്തുള്ളവരാണെങ്കിലും ഈ ഒരു മസാജിങ് ക്രീം റെഗുലറായി ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ ഈ മുഖത്ത് തേച്ചിട്ടൊന്ന് മസാജ് ചെയ്യട്ടെ. മുഖത്ത് തേച്ചതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മുഖത്തിന് മസാജ് കൊടുക്കണം. നമ്മൾ അന്നേരം മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന്റെ സെല്ലിലേക്ക് ഇറങ്ങിച്ചെന്ന് മുഖകാന്തി നേടിയെടുക്കാനായിട്ട് എളുപ്പം തന്നെ നമുക്ക് ഈ മസാജിങ് ക്രീമിന് സാധിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ഈ ഒരു മസാജിങ് ക്രീം തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ ഞാൻ മുഖത്ത് തേച്ചപ്പോൾ തന്നെ ആ ഒരു മുഖത്തിന്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നല്ലതുപോലെ സ്കിൻ നല്ലപോലെ സോഫ്റ്റ് ആവും, കൂടാതെ നല്ലപോലെ ബ്രൈറ്റ് ആയതും കണ്ടോ. ഞാൻ വെറുതെ പറയല്ല, നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇനി ഞാൻ ഇത് തുടച്ച് കാണിച്ചു തരാം. ഞാൻ കോട്ടൺ എടുത്തിട്ട് ഞാൻ തുടച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ വെറുതെ ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒന്നും വരുന്ന പോലും ഇല്ല. അത്ര നല്ലതാണ്. മുഖത്തേക്ക് നമ്മൾ ആ മസാജ് ചെയ്യുമ്പോൾ തന്നെ മുസ്ലിലേക്കൊക്കെ അങ്ങ് ഇറങ്ങിച്ചെല്ലും. ഞാൻ തുടച്ച് കാണിച്ചു തരാം. തുടച്ചിട്ട് പോലും എൻ്റെ മുഖത്ത് നിന്ന് ആ ഒരു സോഫ്റ്റ് പോയതുമില്ല, കൂടാതെ തന്നെ നല്ലപോലെ ഒരു ബ്രൈറ്റിംഗ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും 100% ഈ ഒരു മസാജിങ് ക്രീമിന് നല്ലതുപോലെ റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും. 3 ദിവസം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മാത്രം മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് ഈ ഒരു മസാജിങ് ക്രീം. അതിനുശേഷം റിസൾട്ട് പറയണേ കേട്ടോ. ആ മസാജിങ് ക്രീം തയ്യാറാക്കിയതും അതിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, എൻ്റെ മുഖത്തിന് ആവശ്യത്തിന് നിറമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ ഇട്ട് കണ്ടപ്പോൾ കുറച്ചെങ്കിലും ആ ഒരു തിളക്കമൊക്കെ കാണാനായിട്ട് സാധിച്ചില്ലയോ? നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനുമായിട്ടൊക്കെ സാധിക്കുന്നതാണ് ഈ ഒരു മസാജിങ് ക്രീമിൽ നിന്ന്. ഞാൻ ഫേക്കൊന്നും അല്ല പറയുന്നത്, 100% നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ മസാജിങ് ക്രീമിൽ നിന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വന്ന് ചോദിക്കൂ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കൂടി ഈ മസാജിങ് ക്രീം ഒക്കെ ഒന്ന് തയ്യാറാക്കി യൂസ് ചെയ്യട്ടെ. പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.